അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 18-ാം ജുസ്, അധ്യായം 24, സൂറത്തുൻ നൂർ. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 64. വിഭാഗം അഥവാ റുക്കൂ 92. 1ഉം 2ഉം ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. അതായത് പ്രധാന അധ്യായം നാം അത് അവതരിപ്പിക്കുകയും നിയമമാക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് അങ്ങനെയുള്ളതാണത്. നിങ്ങൾ ഓർമ്മിക്കുവാൻ വേണ്ടി വ്യക്തമായ പല ദൃഷ്ടാന്തങ്ങളും അതിൽ നാം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആചാരമര്യാദകൾ, ശിക്ഷാ നിയമങ്ങൾ, വ്യക്തിപരമായ കടമകൾ, സാമൂഹ്യ ബാധ്യതകൾ എന്നിങ്ങനെ പല തുറകളിലുമുള്ള മതനിയമങ്ങൾ വളരെയധികം വിവരിച്ചിട്ടുള്ള ഒരു അധ്യായമാണ് ഈ സൂറത്ത്. ഈ വസ്തുത സൂചിപ്പിച്ചുകൊണ്ടാണ് നാം അത് നിയമമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത്. കൂടാതെ അള്ളാഹുവിന്റെ സൃഷ്ടി മഹാത്മ്യവും ഏകത്വവും സ്ഥാപിക്കുന്ന പല പ്രകൃതി ദൃഷ്ടാന്തങ്ങളും ഈ സൂറത്തിൽ വിവരിച്ചു കാണാം. പുരുഷന്മാരെയും സ്ത്രീകളെയും വെവ്വേറെയും കൂട്ടായും ബാധിക്കുന്ന വളരെ നിയമങ്ങൾ ഉൾക്കൊള്ളുന്നതും ഈ സൂറത്തിന്റെ ഒരു വിശേഷതയാകുന്നു. താരതമ്യേന സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു മുതലായവരിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളതുപോലെ സ്ത്രീകൾക്ക് സൂറത്തുൻ നൂർ പഠിപ്പിക്കുവാൻ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. വ്യഭിചാരം ചെയ്തവളാകട്ടെ വ്യഭിചാരം ചെയ്തവനാകട്ടെ അവരിൽ ഓരോരുത്തരെയും നിങ്ങൾ 100 അടി അടിക്കുവിൻ. അള്ളാഹുവിന്റെ മതനടപടിയിൽ അവരെ സംബന്ധിച്ച് യാതൊരു ദയയും നിങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിപെട്ടു പോകരുത്. അവരുടെ ശിക്ഷ നടക്കുന്നിടത്ത് സത്യവിശ്വാസികളിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ സന്നിഹിതരാകുകയും ചെയ്തുകൊള്ളട്ടെ. വ്യഭിചാരത്തെയും അതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള കാര്യങ്ങളെയും കുറിച്ചാണ് ഈ സൂറത്തിലെ അധിക ഭാഗവും വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യമായി പ്രസ്താവിക്കുന്നത് വ്യഭിചാരത്തിന്റെ ശിക്ഷാ നിയമമാകുന്നു. ശിർക്കും കൊലയും കഴിച്ചാൽ പിന്നെ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഭയങ്കരമായ പാപം വ്യഭിചാരമാകുന്നു. സൂറത്തുൽ ഫുർഖാൻ 68-ലും മറ്റും ഇത് കാണാം. ഇഹത്തിൽ അതുമൂലമുണ്ടാകുന്ന ആപത്തുകളും പരത്തിലുണ്ടാകുന്ന ശിക്ഷയും ഭീമമായതാകുന്നു. ഖുർആനിലും ഹദീസിലും ഇതിനെപ്പറ്റി ധാരാളക്കണക്കിൽ വിവരിച്ചിരിക്കുന്നത് കാണാം. ഇമാം ബൈഹഖി റഹിമഹുല്ല മുതലായവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അതിന്റെ രത്നച്ചുരുക്കം ഉൾക്കൊള്ളുന്നത് കൊണ്ട് അതിവിടെ ഉദ്ധരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യാ മഅ്ശറന്നാസ് തഖുൽ സിന ഫഇന്ന ഫീഹി 6 ഖിസാൽ 3 ഫി ദുനിയ വ3 ഫിൽ ആഖിറ ഫഅമ്മൽ ആതിയ ഫി ദുനിയ ഫയദ്ഹുൽ ബുഹാ വയൂറസുൽ ഫഖർ വയൻഖുസുൽ ഉമർ وأما الآتية في الآخرة فيوجب السخط وسوء الحساب والخلود في النار. البيهقي وغيره.
സാരം, മനുഷ്യരെ, നിങ്ങൾ വ്യഭിചാരം സൂക്ഷിക്കണേ. കാരണം അതിൽ 6 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 3 ഇഹത്തിലും 3 പരത്തിലും ഉള്ളതാകുന്നു. ഇഹത്തിൽ വെച്ചുള്ളത് ഏതെന്ന് വെച്ചാൽ അത് മനുഷ്യന്റെ ലാവണ്യം നശിപ്പിക്കുന്നു, ദാരിദ്ര്യത്തെ അവകാശപ്പെടുത്തുന്നു, ആയുസ് ചുരുക്കിക്കളയുകയും ചെയ്യുന്നു. പരലോകത്ത് വെച്ചുണ്ടാകുന്നവയാകട്ടെ അതായത് അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ക്രോധത്തെയും കഠിനമായ വിചാരണയെയും നരകത്തിൽ സ്ഥിരവാസത്തെയും ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അവരിൽ ശിക്ഷ നടത്തുന്ന കാര്യത്തിൽ യാതൊരു ദയയും ഉണ്ടാകുവാൻ പാടില്ല എന്നും ശിക്ഷ നടത്തുന്നത് ഒരു വിഭാഗം ആളുകളുടെ മുമ്പാകെ വെച്ച് പരസ്യമായിട്ടായിരിക്കണമെന്നും കൽപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് എത്രമാത്രം ഭയങ്കരമായ പാപമായിട്ടാണ് ഗണിക്കപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. കുടുംബ ബന്ധങ്ങളും പിതൃബന്ധങ്ങളും താറുമാറാക്കുന്ന ഒരു വമ്പിച്ച മൃഗീയ നീചവൃത്തിയത്രേ വ്യഭിചാരം. ഇത്രയും നീചവും നികൃഷ്ടവുമായ ഒരു പാപമായതുകൊണ്ട് തന്നെയാണ് ഒരാളെപ്പറ്റി വ്യഭിചാരാരോപണം പറയുന്നവന് 4 സാക്ഷികൾ മുഖാന്തരം അവനത് തെളിയിക്കാത്ത പക്ഷം 80 അടി ശിക്ഷ നൽകപ്പെടണമെന്നും മറ്റും 4-ാം വചനത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതും. ഒരാൾ ഈ നീചപ്രവൃത്തി ചെയ്തതായി 1, 2, 3 പേർ അറിഞ്ഞാൽ പോലും അത് രഹസ്യമാക്കി വെക്കണമെന്ന് ഇത് കൊണ്ടുവരുന്നു. അത് ഗോപ്യമാക്കി വെക്കാതെ അവന്റെ മേൽ ജനമധ്യേ ദുഷ്കീർത്തി ഉണ്ടാക്കരുതെന്നാണ് ഇതിന്റെ അർത്ഥം. ഒരുപക്ഷെ അവൻ സ്വയം ഖേദിച്ച് മടങ്ങിയേക്കാം, അല്ലെങ്കിൽ അള്ളാഹു അവന്റെ മേൽ നടപടി എടുത്തുകൊള്ളും എന്ന് സമാധാനിക്കാം. ഇനി 4 അധികമോ പേർ കാണുക വഴി അത് പരസ്യപ്പെടുന്ന പക്ഷം അപ്പോൾ അതിന് തക്ക ശിക്ഷ നൽകപ്പെടാതിരുന്നാൽ അത് ഇസ്ലാമിനും മുസ്ലിം സമുദായത്തിനും ചീത്തപ്പേരാണെന്ന് മാത്രമല്ല സമുദായത്തിന്റെ അച്ചടക്കത്തിനും സാമൂഹ്യ നന്മയ്ക്കും നിയമത്തിന്റെ ഭദ്രതയ്ക്കും ദോഷകരവുമായിരിക്കും. അതുകൊണ്ട് ഇനി അത് അഗണ്യമാക്കുവാൻ വയ്യ. ചുരുക്കി പറഞ്ഞാൽ ഒരാളിൽ വല്ല നീചപ്രവൃത്തിയും കണ്ടാൽ കഴിയുന്നതും അത് പരസ്യമാക്കാതിരിക്കണം. അത് രംഗത്ത് വന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന് തക്ക നടപടിയെടുക്കാതെ വിട്ടുകളയുകയും ചെയ്യരുത്. ഇതാണ് ശിക്ഷാ നടപടികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പൊതുനില. വ്യഭിചാരം ചെയ്തതായി സ്വയം ഏറ്റുപറയുകയും ശിക്ഷാ നടപടി നടത്തിക്കൊള്ളുവാൻ സ്വയം ആവശ്യപ്പെടുകയും ചെയ്ത ചിലരോട് ആദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ട ഭാവം നടിക്കാതെ കണ്ണടക്കുകയും വീണ്ടും വീണ്ടും അപേക്ഷിച്ചപ്പോൾ മാത്രം ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ സ്മരണീയമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഇപ്രകാരം അരുളി ചെയ്തതായി ഹദീസിൽ കാണാം: തഅഫുൽ ഹുദൂദ ഫീമാ ബൈനകും ഫമാ ബലഗനി മിൻ ഹദ്ദിൻ ഫഖദ് വജബ. അബൂ ദാവൂദ് വന്നസായി. സാരം, നിങ്ങൾക്കിടയിൽ ഹദ്ദുകളെ, അതായത് ശിക്ഷാ നിയമത്തിന് വിധേയമായ കുറ്റങ്ങളെ അന്യോന്യം വിട്ടുവീഴ്ച ചെയ്യുവിൻ. എന്നാൽ എൻ്റെ അടുക്കൽ വല്ല ഹദ്ദും എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതായത് ശിക്ഷാ നടപടി എടുക്കൽ നിർബന്ധമായി. അതായത് അധികൃത സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ തെളിവനുസരിച്ച് ശിക്ഷിക്കാതിരിക്കുവാൻ പാടില്ല. കഴിയുന്നതും അതവിടെ എത്താതിരിക്കത്തക്കവണ്ണം അഗണ്യമാക്കുവാൻ ശ്രമിക്കേണ്ടതാണ് എന്ന് താല്പര്യം. നമ്മുടെ സ്ഥിതിയോ ആരെങ്കിലും എന്തെങ്കിലും ഒരു ദുഷ്പ്രവൃത്തി ചെയ്തതായോ ചെയ്യുവാൻ ഭാവമുള്ളതായോ വല്ല കേട്ടുകേൾവിയും ലഭിക്കേണ്ട താമസം അത് ഏറ്റുപാടുകയും പറഞ്ഞു പരത്തുകയും ചെയ്യുക സാധാരണമാകുന്നു. ഇനി ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് കേസുകൾ എത്തിയാലത്തെ കഥയാണെങ്കിൽ അവിടെ സത്യത്തിനോ നീതിക്കോ നിയമത്തിനോ അല്ല, സ്വാർത്ഥത്തിനും ശുപാർശയ്ക്കും കക്ഷി മനസ്ഥിതിക്കുമാണ് പ്രാബല്യം കാണപ്പെടുന്നതും. അതോടൊപ്പം ഇന്ന് നിലവിലുള്ള ശിക്ഷാ നിയമങ്ങളാകട്ടെ വേദന തീണ്ടാത്തതും ബുദ്ധിമുട്ട് കൂടാതെ അനുഭവിക്കാവുന്നതും. അങ്ങനെ സമുദായമാകമാനം ധാർമ്മികമായ ഒരു തരം അരാജകത്വത്തിലേക്ക് ദിനം പ്രതി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വ്യസനകരം.